ബെനഫിക്കക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ലീഗ് കപ്പ് നേടി ഏഞ്ചൽ ഡി മരിയ. അദ്ദേഹം ബെനഫിക്കക്ക് വേണ്ടിയിട്ട് തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. സെമിയിൽ 2 ഗോൾ അടിച്ചു, അതിന് മുന്നത്തെ മത്സരത്തിലും ഗോൾ അടിച്ചു ക്വാർട്ടറിൽ. അങ്ങനെ അദ്ദേഹം അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് വിട്ടു നിന്നെങ്കിലും ക്ലബ്ബിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് 2 ദിവസം മുന്നേ വേറെ ന്യൂസും കേട്ടു. അർജന്റീന താരങ്ങൾ അദ്ദേഹത്തെ നാഷണൽ ടീമിലേക്ക് തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാഷണൽ ടീമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡി മരിയയെ നാഷണൽ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും അർജന്റീന താരങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എത്ര കണ്ടത് ശരിയാണെന്നുള്ളത് അറിയില്ല. എങ്കിലും ബെനഫിക്കക്ക് വേണ്ടിയിട്ട് പോർച്ചുഗൽ ലീഗ് കപ്പ് അദ്ദേഹം നേടി. ഒരു മത്സരത്തിന് പിന്നാലെയാണ് റൊണാൾഡോയെയും ഡി മരിയയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതായത് ട്രോഫിയുടെ കാര്യത്തിലാട്ടോ. സാധാരണ റൊണാൾഡോയുടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ അതിൽ അപ്പുറത്ത് ലയണൽ മെസ്സി ആയിരിക്കും. ഇപ്പോൾ ട്രോഫിയുടെ കാര്യത്തിലാണ് റൊണാൾഡോയെയും ഡി മരിയയും ഒന്ന് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ 5 സ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയ കണക്കുകളിൽ ആദ്യത്തെ 5 സ്ഥാനത്ത് ഡി മരിയ എത്തിക്കുകയാണ്. ക്രിസ്ത്യാനോ ഉണ്ടായിരുന്ന 5 സ്ഥാനത്ത് ക്രിസ്ത്യാനോയെ പിന്തള്ളി ഡി മരിയ 5 സ്ഥാനത്തിലേക്ക് കയറി. 35 ട്രോഫികളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് എങ്കിൽ 36 ട്രോഫികളാണ് മൊത്തം ഡി മരിയ നേടിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ 5 സ്ഥാനങ്ങൾ ആരൊക്കെയെന്ന് നോക്കട്ടോ. ലയണൽ മെസ്സിയാണ് 1-ാം സ്ഥാനത്ത് 47 ട്രോഫി. അതുപോലെ ഡാനി ആൽവസ് 2-ാം സ്ഥാനം 44 ട്രോഫി. ആൻഡ്രേ ഇനിയസ്റ്റ 3-ാം സ്ഥാനം 37. മാക്സ്വെൽ 37. അതുപോലെ തന്നെ ഡി മരിയ ആണ് ഇപ്പോൾ നിലവിൽ 5-ാം സ്ഥാനം. അതുപോലെ ക്രിസ്ത്യാനോ 6. ഇങ്ങനെയാണ് ഇപ്പോൾ ട്രോഫികളുടെ കണക്ക്, അല്ലെങ്കിൽ ട്രോഫികളുടെ എത്ര കൂടുതൽ ട്രോഫികൾ നേടിയ താരങ്ങളുടെ കണക്ക്. ഏതായാലും ഡി മരിയ ഇക്കാര്യത്തിൽ റൊണാൾഡോയെ പിന്തള്ളിക്കുകയാണ്. കരിയറിൻ്റെ മികച്ച സമയത്ത് തന്നെ അദ്ദേഹം അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് പിൻവാങ്ങി. കുറച്ചും കൂടിയൊക്കെ അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെ കളിക്കാമായിരുന്നു. ലയണൽ മെസ്സിയെ പോലെ അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെ കളിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. കാരണം അദ്ദേഹം നല്ല സമയം തന്നെയാണ്, അദ്ദേഹം കരിയറിലെ ഏറ്റവും മികച്ച സമയം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും എന്നാണ്. കാരണം കണം നിറഞ്ഞ് കളിക്കുകയാണ് ബെനഫിക്കയിലൊക്കെ. ഏതായാലും അദ്ദേഹം തിരിച്ചു വരുമോ നാഷണൽ ടീമിലേക്ക് എന്നുള്ളതൊന്നും അറിയില്ല. എങ്കിലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ ആ ഒരു കൂട്ടുകെട്ടി നമുക്ക് 2026 വേൾഡ് കപ്പ് വേദിയിലും കാണാം. നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അദ്ദേഹത്തിൻ്റെ വരവിനായിട്ട്.